അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിരഞ്ജനയുടെ കല്യാണ സാരിയുടെ ഒരു കഥയാണ് കേട്ടോ. അപ്പം നിരഞ്ജന കല്യാണത്തിന് സാരി ഉടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഞെട്ടി. കാരണം ഞങ്ങളുടെ മനസ്സിൽ നിരഞ്ജന സാരി അല്ലായിരുന്നു, ലാച്ചയോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രസ്സായിരുന്നു ഞങ്ങളങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നിരഞ്ജനയ്ക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. പല ഒക്കേഷനും നിരഞ്ജന സാരിയാണ് ധരിക്കുന്നത്. അങ്ങനെ നിരഞ്ജന സാരി സെലക്ട് ചെയ്യാനും തിരയാനും ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ നിരഞ്ജനയുടേതായി ഈ ഒരു കല്യാണ സാരിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് സാരിയാണ് നമ്മളിതാ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു റെഡ് സാരി. ഈ റെഡ് സാരി നമ്മളെടുത്തത് തൂത്തുക്കുടിയിലെ ചിന്നതുരൈ എന്നുള്ളൊരു കടയിലാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ബ്ലൗസ് എല്ലാം തച്ചു, നല്ല അടിപൊളി കല്യാണ ബ്ലൗസായിട്ട് തന്നെ തച്ചു കേട്ടോ. ഇപ്പോൾ ഇട്ടേക്കുന്നത് ആ ബ്ലൗസ് അല്ല, ഇതൊരു വേറൊരു സിമ്പിൾ ബ്ലൗസ് ഇട്ടൊരു ഫോട്ടോ എടുത്തതാണ് അവൾ. അങ്ങനെ ഇരിക്കെ ഈ സാരിയിലും അവൾ അത്ര സാറ്റിസ്ഫൈ ഒന്നും ആയിരുന്നില്ല. അതിൻ്റെ കാരണം ഒരു റെഡ് കളറായാൽ നല്ല ഭംഗിയായിരിക്കുമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു റെഡ് സാരി വാങ്ങിപ്പിൻ്റെ പിന്നിലെ രഹസ്യം. അവളുടെ മനസ്സിലെ സാരി സ്വർണ്ണ കളറായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല. കൊട്ടാരക്കരയിൽ ഒരു കടയിലേക്ക് പോയപ്പോൾ ഞങ്ങളൊരു സ്വർണ്ണ കളറിലുള്ള സാരി എടുത്തു. അപ്പോൾ ഇതാണ് ആ സ്വർണ്ണ കളറുള്ള സാരി. അപ്പോൾ ഇതെടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി അവളുടെ മുഖം പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി ഉടുത്തപ്പോൾ അവൾക്ക്. അപ്പം ഇത്രയും നല്ലൊരു സാരി ഇനിയിപ്പം നമുക്ക് വിട്ട് കളയണ്ട, ഇത് തന്നെ മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എങ്കിലും ഞങ്ങളുടെ ഒരു സമാധാനത്തിന് ഒരു പീച്ച് സാരിയും കൂടിയൊക്കെ അവൾ ട്രൈ ചെയ്തു. പക്ഷേ അവൾ ഒട്ടും സാറ്റിസ്ഫൈ അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ആ മുഖം തന്നെ വ്യത്യാസം വരും കണ്ടോ. ഇപ്പോൾ സ്വർണ്ണ സാരി ഉടുക്കുമ്പോൾ ഒക്കെ ഒരു ചിരിയൊക്കെ ഉണ്ട്. അപ്പം ആ ഗോൾഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇനിയാണ് കേട്ടോ അടുത്ത ട്വിസ്റ്റ്. അപ്പം ഈ സാരി കണ്ടപ്പോൾ സാറിൻ്റെ അനിയന് നമ്മുടെ കൊച്ചണ്ണനും കവിതയ്ക്കൊന്നും ഈ സാരി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും നമുക്ക് ഈ സാരിയൊന്നും വേണ്ട, നമുക്ക് കാഞ്ചീപുരം തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ കാഞ്ചീപുരം സാരി തിരക്കി ഇറങ്ങി. എവിടെയാണ് നമ്മൾ പോയെന്നറിയാമോ? കൊല്ലത്തെ കല്യാൺ സിൽക്സിൽ. കല്യാണത്തിന് കാഞ്ചീപുരം എന്ന് പറയുമ്പോൾ വളരെ റേറ്റ് കൂടുതലാണ് കാഞ്ചീപുരത്തിന്. അപ്പം അതെല്ലാം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരത്തെ എടുത്ത സാരികൾക്കൊക്കെ ഏകദേശം 3000-ന് താഴെ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ കൊച്ചണ്ണനും കവിതയും നിർബന്ധിച്ചു. ഞങ്ങൾ അങ്ങനെ കല്യാൺ സിൽക്സിൽ പോയി ഞങ്ങൾ താണ്ടെ ഓരോരോ സാരി ഉടുത്തുടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പിങ്ക്, ഈ ഒരു റാണി പിങ്ക് എന്നുള്ളൊരു കളറാണ് ഉടുത്തത്. അത് കഴിഞ്ഞപ്പോൾ താണ്ടെ വരുന്നു നീല. അപ്പം നമ്മൾ എപ്പോഴും കാണുന്ന കളേഴ്സാണ് നമ്മളെപ്പോഴും നമ്മൾ മിക്കവാറും എല്ലാ കല്യാണങ്ങൾക്കും കാണുന്ന കളേഴ്സല്ലേ, പച്ചയും നീലയും ചുമപ്പും അല്ലേ. അപ്പോൾ അതും അവിടെയും അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഓരോ പ്രാവശ്യം സാരി ഉടുക്കുമ്പോഴും നമുക്ക് തോന്നും, ആഹാ നല്ല ഭംഗിയുണ്ട്, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫിക്സ് ചെയ്താലോ. ശരിയെങ്കിൽ നമുക്കിത് ഫിക്സ് ചെയ്യാം. ഒന്നും കൂടെ നമ്മൾ നല്ലപോലെ നോക്കുമ്പോൾ ചോദിക്കും, വേറെ കളറുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ നീലയായി, നീല പിന്നെ അത് പീച്ചായി. കണ്ടോ പീച്ച് സാരി ഉണ്ടോ. അപ്പോൾ പീച്ചൊക്കെ കൊടുത്തപ്പം സത്യത്തിൽ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് വന്നിട്ട് ഒരു 5 തൊട്ടാണ് അവിടെ തുടക്കം. കാഞ്ചീപുരം തുടക്കം 5 തൊട്ടായിരുന്നു, 5000. ഇതൊരു 8, 8.5 അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള സാരികളാണ്. ഇതിൽ 8, 10-നകത്തുള്ളൊരു റേഞ്ചിലുള്ള സാരികളായിരുന്നു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടി. ഓഹോ ഇത്രയും വില. പക്ഷേ കവിതയൊക്കെ പറഞ്ഞു അത് സാരമില്ല, ഒരു കുഴപ്പമില്ല, നല്ല സാരി നമുക്ക് നോക്കിയെടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരുമാതിരി എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊരു കോമൺ കളറല്ലേ ഇപ്പോൾ എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ പിന്നെ അതും മാറ്റി. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഉടുത്ത് നോക്കിയത് ഈ ഒരു വയലറ്റ് കളറുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഈ വയലറ്റ് കളറുള്ള സാരി നമ്മൾ അത്ര കണ്ടിട്ടില്ല. പക്ഷേ അവൾക്ക് ഉടുത്തപ്പോൾ നല്ല ഇരുണ്ട പോലെ ആയി അവൾ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഒരു വെറൈറ്റി എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ള കളേഴ്സ് നമ്മൾ എപ്പോഴും കാണുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഇത് ഫിക്സ് ചെയ്താലോ എന്നൊക്കെ ഒന്ന് ചിന്ത വന്നു. അപ്പോഴത്തേക്കും കവിത പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നിർത്തിയിട്ട് നമുക്ക് തിരുവനന്തപുരം വരെ പോകാമെന്ന്. തിരുവനന്തപുരം വരെ കാഞ്ചീപുരം സാരിക്ക് പോകണത് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ തല കറങ്ങി കേസ്. അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി വന്നത് കേട്ടോ. അപ്പം ഞാൻ ഗംഗാ ഗ്ലാമി എന്നുള്ള ആ ഒരു യൂട്യൂബറിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ള ആ ഒരു സമയമായിരുന്നു കേട്ടോ ഇത്. അപ്പം അതിനുടുത്തിരുന്ന സാരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ്ട് ഈ ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സാരി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ കിട്ടിയ സാരിയാണ് നമ്മുടെ നിരഞ്ജനയുടെ കല്യാണ സാരി. അപ്പോൾ ഈ സാരിയുടെ പേരെന്ന് പറഞ്ഞാൽ ടിഷ്യൂ സിൽക്ക് എന്നാണ് എൻ്റെ പേര്, കാഞ്ചീപുരം ടിഷ്യൂ സിൽക്ക്. അങ്ങനെ അവർ താണ്ടേ ചടപടേ എന്ന് കുറേ ടിഷ്യൂ സിൽക്ക് സാരികൾ താണ്ടേ പറ കൊണ്ടിട്ടു. അപ്പം അതിനകത്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ഈ ഉടുത്തേക്കുന്ന ഈ ഒരു പിസ്ത കളറിലുള്ള ഈ ഒരു കല്യാണ സാരി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് പേര് ഇത് എന്ത് സാരിയാണെന്നൊക്കെ എന്തൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഇതാണ് ആ സാരിയുടെ കഥ. അപ്പോൾ ഈ സാരിയുടെ വില വന്നിട്ട്
17,000 രൂപയാണ് കേട്ടോ. അപ്പം അത്രയും ഒരു റേറ്റിനുള്ളൊരു സാരിയൊക്കെയാണ് അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പം ഇതിൻ്റെ തന്നെ വേറൊരു കളറും ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഉണ്ടോ ഈ ഒരു വേറൊരു കളറ്, അതൊരു എന്താ പറയുന്ന ഒരു കോപ്പർ കളർ. അപ്പം ഞങ്ങൾക്ക് അതത്രയും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞങ്ങളുടെ ഈ ഒരു പിസ്ത കളർ തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ കല്യാണ സാരിയുടെ കഥ. അപ്പം ഓരോ കല്യാണ സാരികൾക്കും ഓരോ കഥ കാണുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ.